Good morning to all. എല്ലാവർക്കും ഇന്നത്തെ ഗ്ലോബൽ സിവിലേക്ക് സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീമിൽ ബാലൻസ് ബാക്കിയുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യുക. എന്റെ സൗണ്ട് ഓക്കെ അല്ലേ സാറേ? ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിനോദ്, കണ്ണൂരാണ് സ്വദേശം, പ്രവാസിയായിരുന്നു. ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷൻ കൈകാര്യം ചെയ്യുന്നത് ഞാനല്ല, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, ഇന്ന് ദുബായിൽ സെറ്റിൽഡ് ആണ്, ഷാജി മീത്തിൽ സാറാണ്. കാരണം ഏതൊരു വ്യക്തികൾക്കും ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രസന്റേഷൻ ചെയ്തു തരാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ദുബായിൽ ഇരുന്നുകൊണ്ട് ഏകദേശം 10-ൽ കൂടുതൽ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ താങ്ക് യു വിനോദ്. വിനോദിന് നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്, ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നും. ഓക്കെ, വിനോദ് എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാജി മിത്തൽ, ഫ്രം കണ്ണൂരാണ് സ്വദേശം. ഇപ്പം ഞാൻ ദുബൈയിലാണുള്ളത്. ഏകദേശം 10-20 വർഷത്തോളമായി പ്രവാസിയാണ്. ഫാമിലിയോടൊപ്പം ദുബായ് സെറ്റിൽഡ് ആണ്. ഒരു 3.5 വർഷമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കൊറോണ സമയത്തുണ്ടായ ഒരു ചെറിയ സ്ട്രഗിൾ കാരണം ജോലിയിലുണ്ടായ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ട സമയത്താണ് എന്തെങ്കിലും ഒരു വരുമാനം കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് മനസ്സിലായി. ആ സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആർക്കും ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായി. പൈസ ഇല്ലാത്ത ആൾക്കാർക്കും ആർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നതും. ഇന്ന് എൻ്റെ ലൈഫായിട്ട് ഇന്ന് ദുബായിലുള്ള എൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാണ്. ദുബായിൽ ഇരുന്നുകൊണ്ട് ഏകദേശം 13 രാജ്യങ്ങളിൽ എൻ്റെ ബിസിനസ് എത്തിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഈ കൊറോണ വന്ന സമയത്ത് സൂമിലൂടെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും അതിനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഞാനൊരു സ്ലൈഡ് ഉപയോഗിക്കുകയാണ് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവസാനം വരെ കേൾക്കുക. അപ്പോഴാണ് നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ ലെവലിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ബിസിനസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് വിജയിക്കുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിന്നിങ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റം, ദ ടീം ഓഫ് ചാമ്പ്യൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് വിന്നിങ് ടീം. വിന്നിങ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന CEO കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. എന്താണ് കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി? ഒരു കൺസ്യൂമറിനെ സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റാം. നമ്മളെല്ലാവരും കൺസ്യൂമറാണ്, കസ്റ്റമറാണ്. പക്ഷെ നമ്മൾ സ്മാർട്ടാണോ? നമുക്കതിലൂടെ വല്ല ബെനിഫിറ്റ് കിട്ടാറുണ്ടോ? ഇവിടെ നമ്മളെ കസ്റ്റമേഴ്സിനെ അവർക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരുടെ എക്സ്പെൻസിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഡ്രീം? എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലേ. നമ്മളിന്ന് എല്ലാവരും പഠിക്കുന്നത് എന്തിനാ? നല്ലൊരു ജോലി നേടാനും അതിലൂടെ നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന ജോലി നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ജോലി ആവണമെന്നില്ല, ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള വരുമാനം ആവണമെന്നില്ല. ഇവിടെ നമുക്ക് ധാരാളം പണം സമ്പാദിക്കണം നമ്മുടെ സ്വപ്നമാണ്. ലക്ഷറി കാറുകൾ വാങ്ങിക്കണം സ്വപ്നമുള്ള ആൾക്കാരുണ്ടാവും. ഇന്ന് എല്ലാവരുടെ വീട്ടിലും കാറും ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ലോൺ എടുത്ത് EMI അടച്ചുകൊണ്ടിരിക്കുന്ന കാറൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന, ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതെല്ലാം നമ്മളുടെ വരുമാനത്തെ ആശ്രയിച്ചായിരിക്കും അല്ലേ. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. ലോൺ എടുത്തിട്ട് വീട് വെക്കലും ലോൺ എടുത്ത് കാർ വാങ്ങിക്കലും പിന്നെ ജീവിതകാലം മുഴുവൻ EMI അടച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഉണ്ടാവും അല്ലേ. ഇവിടെ ഇതെല്ലാം ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പണം മാത്രം ഉണ്ടായാൽ നടക്കുമോ?
ആവശ്യത്തിന് പണം ഉണ്ടായി ആ വ്യക്തി സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് എൻജോയ് ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ ഈ പൈസ എന്താ കാര്യം? അതോടൊപ്പം തന്നെ നല്ലൊരു ആരോഗ്യം, പണമുണ്ട്, സമയമുണ്ട്, പക്ഷേ അദ്ദേഹം എന്നും ഹോസ്പിറ്റലൈസ്ഡായിരിക്കും, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയി എന്ന് പറയും, സന്തോഷവാനായിരിക്കില്ല. ഇതെല്ലാം നമുക്ക് സെക്യൂരിറ്റിക്ക് വേണം അല്ലേ? ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ഫാമിലിയെ സേഫായി നിൽക്കാൻ അതിനുള്ള സെക്യൂരിറ്റി കൂടി നമുക്ക് ആവശ്യം. ഈ നാലും ചേർന്നിട്ടുള്ളതാണ് ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ്ഫുൾ എന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻകത്തെ കുറിച്ച് നമുക്ക് നോക്കാം അല്ല. വാട്ട് ഈസ് യുവർ ഇൻകം സ്റ്റാറ്റസ്? നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയും, എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ചേർത്തുകൊണ്ട് പറയാം. ഞാൻ ദുബായിൽ 20 വർഷം ജോലി ചെയ്തു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫാമിലിയൊക്കെ കൂടെ നിർത്തിയത്. പക്ഷേ യാദൃശ്ചികമായിട്ട് കൊറോണ വന്നു, ശമ്പളം പകുതിയായി. ആരോടൊന്നും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ചിലവ് എവിടെയും കുറഞ്ഞിട്ടില്ല, മക്കളുടെ ഫീസ് കുറഞ്ഞിട്ടില്ല, റൂം റെൻറ്റ് കുറഞ്ഞിട്ടില്ല. അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ തകിടം മറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ വാട്ട് എവർ യുവർ ഫ്യൂച്ചർ സേവിങ്സിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഭാവിയിൽ എന്തെങ്കിലും മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ജോബിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അല്ലേ? എപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടാമെന്ന് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമ്മുടെ കുറച്ച് സീനിയേഴ്സ് ആൾക്കാർ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആൾക്കാർ ചെറിയ പൈസയ്ക്ക് വെക്കുന്നുണ്ടാവും. അപ്പോൾ ജോലിക്ക് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറണ്ട് ഇൻകം സ്റ്റോപ്പ്? നമ്മളെ ജോബ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായ നമ്മുടെ എക്സ്പെൻസിന് നമ്മൾ എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ EMI എടുത്ത് വീട് വെച്ച ആൾക്കാരായിരിക്കും, കാർ വാങ്ങിച്ച ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അത് അടക്കാൻ ബുദ്ധിമുട്ടായി മാറുന്നുണ്ടാവും. ഹാവ് യു ക്വാളിറ്റി ടൈം സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നമുക്ക് ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫാമിലി നാട്ടിലായിരിക്കും, അവരെ കൂടെ നിന്ന് എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇനി അഥവാ നാട്ടിൽ തന്നെയുള്ള ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഫുൾ ബിസി ലൈഫായിരിക്കും, അവർ എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കുകയാണ്. ഇത് നമുക്ക് ആക്കി മാറ്റാൻ പറ്റുന്നൊരു അവസരം. ഇവിടെ 2 ടൈപ്സ് ഓഫ് ഇൻകം കാണാം, ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. ഇന്ന് 95% ആൾക്കാരും ഈ കാറ്റഗറി ആക്റ്റീവ് ഇൻകം കാറ്റഗറി വരുന്ന ആൾക്കാരാണ് അല്ലേ? സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു മാസം 28 ദിവസം 26 ദിവസത്തോളം വർക്ക് ചെയ്യുന്നുണ്ടാവും, മാസം അവസാനം ശമ്പളം വാങ്ങിക്കുന്നുണ്ടാവും. നമ്മളൊരു 5-10 ദിവസം എന്തെങ്കിലും കാരണവശാൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അത്രയും ശമ്പളം നമുക്ക് കുറച്ചേ കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആൾക്കാർ, കടയോ അല്ലെങ്കിൽ വണ്ടിയോ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ എല്ലാ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ വരുമാനം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ വരുമാനം അവിടെ നിലയ്ക്കുകയാണ്. 95% പോപ്പുലേഷൻ്റെ 95% ഈ കാറ്റഗറിയാണ് വരുന്നത്. നേരെ ഇപ്പോഴത്തെ പാസീവ് ഇൻകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ബിസിനസ് ഓണേഴ്സും ലക്ഷങ്ങളും കോടികളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട്, ലുലുവിനെ പോലെ അല്ലെ യൂസഫ് അലി, കല്യാൺ സിൽക്ക് പോലുള്ള അങ്ങനെയുള്ള വലിയ ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ അവരുടെ ബിസിനസ് റണ്ണിങ് ആയിരിക്കും, അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ടാവും. ഇൻവെസ്റ്റേഴ്സൊക്കെ ലക്ഷങ്ങളൊക്കെ മുടക്കി ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് എല്ലാ മാസവും അതിനകത്ത് വാടക 2 രൂപത്തിലൊക്കെ വാടക വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ പ്രത്യേകത, ലോകത്ത് 5% പോപ്പുലേഷൻ മാത്രമേ ഈ കാറ്റഗറി വരുള്ളൂ. പക്ഷെ അവരുടെ കയ്യിലാണ് ഈ 95% വെൽത്ത് കിടക്കുന്നത്. ഇവിടെ ഈ വന്നിരിക്കുന്ന 142 പേർക്കും പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഈ വലത്ത് വശത്ത് കിടക്കുന്ന പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ വേറെ എന്തൊക്കെ നമുക്ക് ലഭിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ചെയ്യുന്ന ജോലി കിട്ടുന്ന വരുമാനം കൂടാതെ വന്നപ്പോൾ. അതോടെ ഇതിൽ ഒരുപാട് ലേഡീസ് ഉണ്ടാവും, വീട്ടമ്മമാരായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടമ്മമാരായി മാറിയിട്ടുണ്ടാവും. കുട്ടികളെ നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും, പിന്നെ അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നുണ്ടാവും. പക്ഷെ അവർക്കും ഉണ്ടാവും ഒരു ആഗ്രഹം, സ്വന്തമായിട്ട് ഏണിങ്സ് വേണം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ അവർ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ബിസിനസ് വഴി ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് നേടിക്കൊണ്ട് നിങ്ങൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ ഈ ബിസിനസ് ചെയ്തുകൊണ്ട് അവരുടെ പഠനം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ഇന്നൊരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി കഴിഞ്ഞാൽ, മൊബൈൽ ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ആദ്യം ചെന്ന് നമ്മൾ പ്രൈസ് നോക്കും അല്ലേ? പ്രൈസ് നോക്കി നമ്മുടെ പോക്കറ്റിൽ പൈസ നോക്കിയിട്ടായിരിക്കും നമ്മൾ സാധനം ഇഷ്ടപ്പെടുക. ഇത് നമ്മുടെ പോക്കറ്റിൽ പൈസ കുറവാണെങ്കിൽ ഇത് വേണ്ട, വേറൊരു സാധനം വേണം എന്നിങ്ങനെ നമ്മൾ പറയുന്നൊരു അവസരം വരുന്നത് എന്തുകൊണ്ടാണ്? ആവശ്യത്തിന് പണമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അതും കൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ടൈം ഫ്രീഡം. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ലീവ് എടുക്കേണ്ടി വരും. ബിസിനസ്സുകാരാണെങ്കിൽ അവിടെ വേറെ ആളെ വെച്ച് നമുക്ക് പോകേണ്ടി വരും. ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ ഞാനിപ്പോൾ 2 വർഷമായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിൽ വീട്ടിലിരുന്നു കൊണ്ട് ഈ ബിസിനസ് ചെയ്യുകയാണ്, ഫാമിലിയോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതും ഇവിടെ പോസിബിളാണ്. അടുത്തത് ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം ആരോഗ്യം തന്നെയാണ് അല്ലേ?
മരുന്ന് കഴിച്ച് ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരുപാട് പൈസ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ലിവ് എ ലെഗസി, ലെജൻഡായി മാറാൻ നമ്മുടെ ജനറേഷൻ നമ്മളെ ഓർക്കുന്ന ലെവലിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവും ഈ ബിസിനസ്സിൽ. ഏർലി റിട്ടയർമെൻറ്റ് പോസിബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. 20 വർഷം ജോലി ചെയ്ത എനിക്ക് അറിയില്ലായിരുന്നു ഇനി എത്രത്തോളം വർഷം ദുബായിൽ നിൽക്കേണ്ടി വരുന്നത്. പക്ഷേ വെറും 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ചെയ്ത് ഞാൻ ജോബ് റിസൈൻ ചെയ്ത് ഇന്നിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളായി മാറിയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതും ഒരു ഉദാഹരണമായിട്ട് എന്നെ തന്നെ പറയാം. ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്ന ആളല്ല, ബേക്കടിക്കുന്ന വ്യക്തിയായിരുന്നു. ഇന്നിപ്പം കുറേ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു മാറ്റം എന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ. ഇന്ന് നമുക്കറിയാം, വിദേശ യാത്രകൾക്ക് നമുക്ക് പോകണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ആ പൈസ കളയാൻ മടിച്ചിട്ട് നമ്മൾ ആരും പോവില്ല. നാട്ടിലുള്ള ഊട്ടിയിലോ കൊടൈക്കനാലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിക്കാൻ വർഷത്തിൽ 3 ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനി. ഒരു ട്രിപ്പ് നമ്മുടെ നാട്ടിലെല്ലാവരും പോയി വന്നതേ ഉള്ളൂ. ആഡംബര കപ്പൽ യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനി സ്കോട്ട്ലാൻഡ് ട്രിപ്പും അതുപോലെ തായ്ലൻഡ് ട്രിപ്പൊക്കെ 2025 തന്നെ വരാൻ പോവാണ്. അടുത്തൊരു പ്രത്യേകത ഹെൽപ്പിംഗ് അതേഴ്സ്. ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ ഈ ഇത്രയും വർഷം ദുബായിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വരുമാനം തന്നെ കറക്റ്റായി എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരാളെ സഹായിക്കാൻ പോലും സാധിച്ചില്ല. ജോലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വെസ്റ്റീജിൽ ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ഒരുപാട് ഫാമിലികളിലേക്ക് വരുമാനം എത്തിക്കാനും കുറേ ഫാമിലികളിലേക്ക് ആരോഗ്യം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അസുഖം മാറാത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അത് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നല്ലൊരു ആരോഗ്യം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ദുബായിൽ വന്നതും 2004. അന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ 1 കോടിയിലധികം വരുമാനം വാങ്ങിച്ചു തുടങ്ങി. ഞാൻ 20 വർഷം ദുബായിൽ നിന്നിട്ട് എനിക്ക് അത്രത്തോളം വരുമാനം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചിന്തിക്കുക, 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയൊരു കമ്പനി. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, പ്രൊഡക്റ്റ് വാങ്ങി നടന്ന് സെയിൽ ചെയ്യുന്ന ബിസിനസ് ഒന്നും അല്ല കേട്ടോ. 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി. 2 ഓഫീസ് ഉണ്ടായിരുന്നു, ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട്. 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു. ഇന്ന് 20 വർഷം കംപ്ലീറ്റ് ആയി. 21ാമത്തെ വർഷത്തിലേക്ക് പോവാണ്. 450-ൽ പരം പ്രൊഡക്റ്റ് എത്തി. 2 ഓഫീസിൽ നിന്നും 5000-ലധികം ഓഫീസായി മാറി. 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർ, ഒരു വലിയൊരു കമ്പനിയായി മാറി. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തികളാണ് നമ്മുടെ ഫൗണ്ടേഴ്സ്, മിസ്റ്റർ ഗൗതം ബാലി സാർ ആൻഡ് കൺവെർവി സിംഗ് ആൻഡ് ദീപക് സു സാർ. 40 വർഷത്തെ ഹൈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിഷണറീസ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഏകദേശം 5000 കോടിക്ക് അടുത്തൊരു ടേൺ ഓവറായി മാറിയിട്ടുണ്ട്. ഇന്റർനാഷണൽ പ്രൊസസ്സിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ്, ഫിലിപ്പീൻ, ഇത്രയും രാജ്യങ്ങളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. 30ഓളം രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷനും കിട്ടിയ കമ്പനിയാണ്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ അവാർഡ് 2017, 2018, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് വർക്കിനുള്ള അവാർഡ് വാങ്ങിച്ചു, നാഷണൽ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് ബ്രാൻഡ് അവാർഡ്. ഇവ 2 വർഷമായിട്ട് കണ്ടിന്യൂ ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് ബ്രാൻഡിനുള്ള അവാർഡും കൂടെ വെസ്റ്റീജ് കണ്ടിന്യൂ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ. അത് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സാധനം ഫോറിൻ സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ? ഇവിടെ എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. വേറൊരു പ്രത്യേകത, മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ഇന്ന് ഒരു കമ്പനിയും കൊടുക്കില്ല. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു 5-6 ദിവസം തേച്ച് കുളിച്ചതിന് ശേഷം പ്രൊഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. പാക്കറ്റ് പൊട്ടിച്ചാൽ പോലും നമ്മളെ കച്ചവടക്കാർ തിരിച്ചെടുക്കില്ല. ഇവിടെ റീഫണ്ട് പോളിസി 30% വരെ യൂസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് ക്വാളിറ്റി ഇല്ല, ഞാൻ കൊടുത്ത പൈസ നഷ്ടമായി എന്നൊരു ഫീലിംഗ് വരുവാണെങ്കിൽ, സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ കമ്പനി അതിൻ്റെ പൈസ റിട്ടേൺ തരാൻ റെഡിയാണ്. ഇന്ന് 21ാമത്തെ വർഷത്തിലേക്ക് പോകുന്ന 5 കോടിയിലധികം ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒരാൾ പോലും പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഇത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. വല്ല വെറുതെ സെലിബ്രിറ്റീസ് പറഞ്ഞ പരസ്യക്കാർ പറഞ്ഞ പ്രൊഡക്റ്റ് അല്ല. ഒരു വ്യക്തി ഉപയോഗിക്കുന്നതിലൂടെയാണ് മറ്റുള്ള വ്യക്തികളിലേക്ക് ഈ കമ്പനിയെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഏകദേശം 16ഓളം കാറ്റഗറി പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജോയിൻ ആൻഡ് ബോൺ ഹെൽത്ത്. നമുക്കിന്ന് എല്ലാവർക്കും അറിയാം, മുട്ടുവേദന. ഇന്ന് പ്രായമാകുന്ന സമയത്ത് 35-40 വയസ്സാകുമ്പോൾ മുട്ടുവേദന തുടങ്ങും. അപ്പോൾ അതിന് നമ്മൾ എന്താ കാണിക്കുക? ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പെയിൻ കില്ലർ തരും. ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അവസാനം സർജറി പറയും.
ഒരു മുട്ടിൻ്റെ സർജറി കഴിയും, പിന്നെ രണ്ടാമത്തെ മുട്ടിൻ്റെ സർജറി, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്ലൂക്കോസമിൻ ആൻഡ് കാൽസ്യം, കൊളാജൻ, ഈ ഒരു 3 പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് സിനോവിൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം, നമുക്ക് എല്ലുകൾക്കിടയിലുള്ള സിനോവിൽ ഫ്ലൂയിഡ് ഡ്രൈ ആവുന്ന സമയത്താണ് നമുക്ക് വേദന വരുന്നുണ്ടാവുക. അതിന് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ ഉണ്ട്, എല്ലിൻ്റെ ശക്തിക്ക് വേണ്ടി. ഇപ്പോൾ കാൽസ്യം ഉണ്ട്, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അടുത്തത് ഗ്ലിസമിക് ഹെൽത്തിലേക്ക് പോകുകയാണെങ്കിൽ നീം, ഷുഗർ നമുക്കറിയാം, എല്ലാവർക്കും ഇന്ന് ഷുഗർ, കൂടുതലും നമ്മുടെ വീട്ടിൽ എല്ലാ ആൾക്കാർക്കും ഷുഗർ ഉണ്ടാവും. ഇപ്പം ഷുഗർ ആണെങ്കിൽ അത് നമ്മൾ ഗുളിക മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും മനസ്സിൽ ആജീവനാന്ത മരുന്നായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഷുഗറിൻ്റെ മരുന്ന് കഴിക്കും, ലൈഫ് ലോങ് ആണ്. കുറേ കഴിയുമ്പം ഇൻസുലിനിൽ പോകുന്നുണ്ടാവും, ഡയാലിസിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഇവിടെ നീമിൻ്റെ സപ്ലിമെൻറ്റും അതോടൊപ്പം ഗ്ലൂക്കോ ഹെൽത്തും കൂടെ കഴിക്കുകയാണെങ്കിൽ ഏത് ബോർഡർ ലെവൽ ഷുഗറുള്ള ആൾക്കാർ നമുക്ക് കൺട്രോൾ ലെവലിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻ്റാണ്. അതുപോലെ പഞ്ചസാര കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന ആൾക്കാരുണ്ടാവും. അതിന് പഞ്ചസാര ഒന്ന് ഒഴിവാക്കാൻ സാധിക്കണം, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീവിയ സപ്ലിമെൻ്റ് ഉണ്ട്. അത് നമ്മുടെ മധുര തുളസിയാണ്. ചായൻ്റെ അകത്തൊക്കെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടി ചായ കുടിക്കാൻ സാധിക്കും. പഞ്ചസാരനെ കൊണ്ടുള്ള ഒരു അസുഖം നമുക്ക് അവിടെ വരാൻ പോകുന്നില്ല. അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രോഡക്റ്റ്, നിരവധി ഇമ്മ്യൂണിറ്റി പ്രോഡക്റ്റ് നമ്മളിലുണ്ട്. ഇന്ന് കൊറോണയ്ക്ക് ശേഷമാണ് നമുക്ക് പ്രതിരോധ ശേഷിയെക്കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതിന് നിരവധി പ്രോഡക്റ്റ്. ഒന്ന് സ്പൈറലിന, ആൽഗെ, ഒരു കടൽപ്പായലാണ്, സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നു. നാസയിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതിൽ ഫുഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ വണ്ടർഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് അത്. അതുപോലെ നോനി, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്, നമുക്ക് നാട്ടിലറിയാം, കാക്കപ്പഴം എന്ന് പറയും. പറമ്പിലൊക്കെ ഇത് കാണാൻ സാധിക്കും. ഇത് പഴുത്ത് താഴെ വീണ് കഴിഞ്ഞാൽ പോലും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും, ആരും അതിൻ്റെ അടുത്ത് പോലും പോയില്ല. പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൻ്റെ ഒരു ഹൈ ഇമ്മ്യൂണിറ്റിയാണ്. റെഗുലറായിട്ട് ഇത് രാവിലെ ഓരോന്ന് ഉപയോഗിക്കാൻ സാധിക്കണം, വെറും വയറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് വളരെ നല്ല ഒന്ന് സ്കിന്നിനെയും നല്ല സൗന്ദര്യം നിലനിർത്താൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്, ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. അടുത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ ആദ്യം പ്രസവിച്ചാലുണ്ടാകുന്ന ഫസ്റ്റിലത്തെ പാല്, മഞ്ഞപ്പാൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മാസം തികയാതൊക്കെ പ്രസവിച്ച കുട്ടികളുണ്ടാവും, അവർക്ക് എന്നും പ്രതിരോധ ശേഷി കുറഞ്ഞ അസുഖങ്ങൾ വരുന്നുണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചെറിയ കുട്ടികൾ എപ്പോഴും പനി, ഇപ്പോൾ ജലദോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവർക്ക് ഈ സപ്ലിമെൻറ്റ് കൊടുക്കാൻ സാധിക്കണം. വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ അലോവേരയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ആംലയുണ്ട്, നെല്ലിക്ക, ഒരു 5-6 നെല്ലിക്ക ഡെയിലി നമുക്ക് കഴിക്കാറുണ്ടെങ്കിൽ നല്ല ഗുണമുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് കഴിക്കാൻ സാധിക്കും തോന്നില്ല, നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല അല്ലേ. ഇവിടെ ഈ ആംല സപ്ലിമെൻറ്റ് റെഗുലറായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ പോയി കഴിഞ്ഞാൽ വരുന്ന മൂക്കൊലിപ്പും പനിയും ജലദോഷമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടാവും. പിന്നെ 1-2 ആഴ്ച ആൻറ്റിബയോട്ടിക്കും മരുന്നുമായിട്ട് എൻ്റെ പിറകെ പോകുന്നുണ്ടാവും. പിന്നെ അത് പാരൻസിനും ഫാമിലിക്കും മൊത്തം വരുന്നുണ്ടാവും. അതേ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് ഇതേ അസുഖം വരുന്നുണ്ടാവും. ഏറ്റവും നല്ലത് ആംല റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ആംല കൊടുക്കുക. അതോടൊപ്പം ഒരു തുളസി ഡ്രോപ്സ് ഉണ്ട്, അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് ആ പ്രൊഡക്റ്റ്. അത് വെസ്റ്റിജ് പ്രൈമിലേക്ക് നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. സീ ബക്തോൾ, ക്രിൽ ഓയിൽ, കോംബോയാറ്റിക്സ്, അതുപോലെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. ഞാൻ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നില്ല, അതിനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. അതുപോലെ ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷനിൽ പോകുമ്പോൾ ഫൈബർ, നമുക്ക് മലബന്ധം, പൈൽസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വളരെ നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാണ് ഫൈബർ. അതുപോലെ ഗാനഡോർമ, റെഡ് മഷ്റൂമാണ്. ഇത് വെരിക്കോസ് ഉള്ള ആൾക്കും മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉള്ള സപ്ലിമെൻ്റ് ആണത്. അതുപോലെ ഡീറ്റോക്സ് ഫുഡ് പാച്ചസ് ഉണ്ട്, ഐ സപ്പോർട്ട് ഉണ്ട്. ഇന്ന് ചെറിയ കുട്ടികൾ വരെ 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ കണ്ണട വെക്കുന്നതാണ് അല്ലേ. അമ്മമാരെന്ത് ചെയ്യുക, മൊബൈൽ എടുത്തും കൊടുക്കും, അവരുടെ പണി എളുപ്പമായി. ഭക്ഷണം കഴിക്കണ പോലും ഇപ്പോൾ മൊബൈലില്ലാതെ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായി. ഇപ്പോൾ 5-6 വയസ്സിലെ കുട്ടികൾ കണ്ണട വെച്ച് നടക്കുന്ന തുടങ്ങിയിട്ടുണ്ടാവും. അത് മാത്രമല്ല 35-40 വയസ്സാകുമ്പോൾ, പണ്ടൊക്കെ പ്രായമായ ആൾക്കാരെ കണ്ണട വെക്കാമെങ്കിൽ ഇന്ന് എല്ലാവരും മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണം കണ്ണട വെക്കേണ്ട അവസ്ഥയുണ്ട്. അതിന് ഐ സപ്പോർട്ടോ അതോടൊപ്പം വൈറ്റൽ കോംപ്ലക്സും കൂടെ കഴിക്കുകയാണെങ്കിൽ കണ്ണിന് നല്ല സംരക്ഷണം കിട്ടുന്നുണ്ടാവും. അതുപോലെ കുർക്കുമിൻ പ്ലസ് ഉണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ പോവുകയാണെങ്കിൽ വിസിലും ഷേക്ക്, അതുപോലെ വിസിലും ക്യാപ്സ്യൂൾ, വിസിലും ടീ ഉണ്ട്. നമുക്ക് അമിതവണ്ണം കുറക്കാൻ, നാച്ചുറലായിട്ട് നമുക്ക് അമിതവണ്ണം കുറക്കാൻ സാധിക്കുന്ന സപ്ലിമെൻറ്റ്സ് ആണത്. അതോടൊപ്പം തന്നെ പ്രോട്ടീൻ പൗഡർ, ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്. ഇത് ജിമ്മുകാർ കഴിക്കുന്ന ആ പ്രോട്ടീൻ പൗഡർ അല്ല കേട്ടോ. നമ്മുടെ ഒരു മനുഷ്യൻ്റെ വെയിറ്റ് എത്രയുണ്ടോ, 80 കിലോ വെയിറ്റുള്ള വ്യക്തിക്ക് 80 ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ പകുതി പോയിട്ട് 10-16% പോലും പ്രോട്ടീൻസ് നമുക്കിപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഈ പ്രോട്ടീൻ എല്ലാവരും, കുട്ടികളായാലും മുതിർന്നവരായാലും റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ലേഡീസിൻ്റെ ആരോഗ്യത്തിന് നിരവധി പ്രൊഡക്റ്റാണ് വെസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അത് ഫോളിക് അയൺ പ്ലസ്. ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഒരുപാട്, എൻ്റെ ടീമിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് തോന്നിയ പ്രൊഡക്റ്റാണ് ഫോളിക് അയൺ പ്ലസ്. അനീമിക് ആയിട്ടുള്ള ലേഡീസിനൊക്കെ വളരെ നല്ല റിസൾട്ട് ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ശതാവരി മാക്സ്, പീരീഡ്സ് ഉണ്ട്, ഇറഗുലർ പീരീഡ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗർഭാശയ മുഴ പോലുള്ള അസുഖങ്ങൾ ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ശതാവരി എല്ലാ ലേഡീസും അത് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെൻറ്റ്സ് ആണ്. അതുപോലെ ക്രാൻബെറി, യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷനുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മൂത്രമൊഴിക്കാൻ പറ്റാതെ പിടിച്ചു നിന്നിട്ട് പിന്നെ പല പ്രോബ്ലംസ് അവർ വരാറുണ്ടാവും. ഈ ക്രാൻബെറി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ,
ആ പേര് പോലെ തന്നെ മുടി സംരക്ഷണത്തിനും സ്കിന്നിൻ്റെയും നഖത്തിൻ്റെയും സംരക്ഷണത്തിനുള്ള ഒരു സപ്ലിമെൻ്റാണ്. ഇങ്ങനെ നിരവധി പ്രോഡക്റ്റ് അത് ലേഡീസിന് ആവശ്യമുണ്ട്. അതുപോലെ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് പ്രോ ഹാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ കോൺസമി ക്യൂട്ടൻ സൈലന്റ് അറ്റാക്കിനെ രക്ഷ നേടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഫ്ലാക്സ് ഓയിൽ എല്ലാർജിൻ. ഫ്ലാക്സ് ഓയിൽ നമുക്ക് ബ്ലോക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒമേഗ 3 ഒമേഗ 6 അടങ്ങിയിരിക്കുന്ന ചണവിത്തിൽ നിന്നെടുത്തൊരു സപ്ലിമെൻ്റാണ്. അത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുക. എല്ലാ ദിവസവും 2-3 സപ്ലിമെൻറ്റ് ക്യാപ്സൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാർജിൻ നമുക്ക് നൊബൽ സമ്മാനം ലഭിച്ചൊരു പ്രൊഡക്റ്റാണ്. അതൊരു അതൊരു 200 ml വെള്ളത്തിൽ അതൊരു പാക്കറ്റ് പൊട്ടിച്ച് രാവിലെ കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് നല്ല പ്രൊഡക്റ്റാണത്. ആയുർവേദിക്കിലും നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. റെസ്പോ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് റെസ്പോ കെയർ. എനിക്ക് ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കഫക്കെട്ട് റെഗുലറായി വരുമായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ വെക്കുന്ന ഒരാളാണ്. എല്ലാ മാസവും പോയിട്ട് എനിക്ക് വെക്കേണ്ടി വരും. കാരണം കഫക്കെട്ട് വന്ന പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ബോഡി പെയിൻ ആയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ റെഗുലറായിട്ട് ഞാൻ ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 3.5 വർഷമായിട്ട് അങ്ങനെ ആവശ്യത്തിന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെയല്ല, ഒരാവശ്യത്തിനും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത്. അതുപോലെ കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും, ഇന്ന് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടീമിൽ തന്നെ ഡയാലിസിസ് ചെയ്ത ആൾക്കാർക്ക് വരെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഫുഡിലേക്ക് പോകുമ്പോൾ കുക്കിംഗ് ഓയിലാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പ്രൊഡക്റ്റ്. തവിടെണ്ണ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത WHO അംഗീകരിച്ച ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള തവിടെണ്ണ. ഇന്ന് വെളിച്ചെണ്ണൻ്റെ അതേ വില നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. 2 ലിറ്ററിൻ്റെ തവിടെണ്ണ അവൈലബിൾ ആണ്. അതോടൊപ്പം ടീ പൗഡർ, കോഫി പൗഡർ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ്നപ്പ് ഡ്രിങ്ക്, അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ബാറുകളാണ്. നമ്മുടെ മഞ്ചും അതുപോലെ കിറ്റ്കാറ്റൊക്കെ കുട്ടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കുട്ടികൾ സന്തോഷിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുട്ടികൾ കൊടുക്കാൻ പറ്റുന്ന സ്നാക്ക് ബാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. 50 രൂപേൻ്റെ വിലയുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണമുണ്ട്. അവർ ആരോഗ്യത്തിനും പ്രോട്ടീൻസൊക്കെ അതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സബ്ലിംഗൽ സ്പ്രേയിൽ പോവുകയാണെങ്കിൽ കുറേ സ്പ്രേസ് അവൈലബിൾ ആണ്. നാക്കിനടിയിലോട്ട് അടിച്ച് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. വൈറ്റമിൻ D ആയിക്കോട്ടെ, അതുപോലെ വൈറ്റമിൻ C, വൈറ്റമിൻ B12, മൾട്ടി വിറ്റാമിൻ, ഇപ്പം ബയോട്ടിൻ സ്പ്രേ ഇറങ്ങിയിട്ടുണ്ട്, മെലാട്ടൺ സ്പ്രേ, ഇങ്ങനെ നിരവധി സ്പ്രേസ് അവൈലബിൾ ആണ്. അതുപോലെ ഓറൽ കെയറിൽ പോവുകയാണെങ്കിൽ പല്ല് തേക്കുന്ന പേസ്റ്റ്, ഒരു 3 തരം പേസ്റ്റ് ഉണ്ട്. എന്നെ ഏറ്റവും ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് ഈ പേസ്റ്റാണ്. എനിക്ക് സ്ഥിരമായിട്ട് മൗത്ത് അൾസറുള്ള വ്യക്തിയായിരുന്നു. വർഷങ്ങളോളായിട്ടുണ്ടായിരുന്നു. കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും എനിക്ക് യാതൊരു ഡോക്ടർമാർക്ക് ഒരു ഫലം തരാൻ സാധിച്ചില്ല. പക്ഷേ വെസ്റ്റീജ് കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടാണ് എന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. അതുപോലെ മൗത്ത് വാഷും ബ്രഷും അവൈലബിൾ ആണ്. പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. സൺ ക്രീം, BB ക്രീം, ഫെയർനെസ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഷാമ്പു, അതുപോലെ ഹെയർ സ്പാ, കണ്ടീഷണർ, വെസ്റ്റ് കെയറിൻ്റെ പെയിൻ റിലീഫ് ക്രീം, ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ എല്ലാം പറയുന്നില്ല. അതുപോലെ 100% നാച്ചുറലായിട്ട് പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. മാച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നമുക്ക് പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരു സൗണ്ടുകളൊക്കെ വരുന്നുണ്ടാവില്ല, കര സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഈ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. 30 ml ഒരു പാക്കറ്റാണ്. അതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുക്കുമെങ്കിൽ പുതിയ വണ്ടി ഷോറൂമിൽ നിറക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീലിംഗ് കിട്ടുന്നത്, ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടോ. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. അതുപോലെ ഹൈജീൻ ആൻഡ് വെസ്റ്റീജ് ആയിട്ടുള്ള നമ്മുടെ വീടിനെ ശുചിത്വമാക്കാൻ മാറ്റാൻ പറ്റുന്ന നിരവധി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പല പ്രോബ്ലംസും ലേഡീസിന് അനുഭവപ്പെടാറുണ്ട്. കൈ ചർമ്മങ്ങളൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ടെങ്കിൽ ഡിഷ് വാഷ് ഒന്ന് മാറ്റിയാൽ മതി. നമ്മുടെ കമ്പനിയുടെ ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിഷ് വാഷ് അവൈലബിൾ ആണ്. ഇത് ചെറിയൊരു ഡ്രോപ്സ് മതി ഒരു ദിവസം ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിറ്റർജൻറ്റ് പൗഡർ, ഡിറ്റർജൻറ്റ് ലിക്വിഡ്, നിരവധി പ്രോഡക്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ജെൻസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാത്തിങ് ബാർ, പെർഫ്യൂം, സോപ്പാണ്. അതുപോലെ ഡിയോഡ്രൻസ്, ഫേസ് വാഷ് അവൈലബിൾ ആണ്. വെലനയുടെ ലിപ് ബാമുകൾ അവൈലബിൾ ആണ്. ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, അങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റ് ഉണ്ട്. അടുത്ത സ്കിൻ ഫോർമുല 9 ഒരു ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റാണ്. ഇത് നമ്മളെ മുഖ സൗന്ദര്യത്തെ യുവത്വം കാത്തു രക്ഷിക്കാൻ പറ്റും. 35, 40, 50 വയസ്സാകുമ്പോൾ മുഖത്തൊക്കെ ചുളിവുകൾ വരാൻ തുടങ്ങും, കലകളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ടാവും അല്ലേ. നമ്മളെ യുവത്വം കാത്തു രക്ഷിക്കാൻ, ചെറുപ്പം അതേപോലെ നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ 3 ലെയർ വരെ പോയി റിപ്പയർ ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റാണ് യൂത്ത് എലിക്സർ. അതുപോലെ ബ്ലമിഷ് ജെൽ, മുഖത്തെ കലകൾ മാറ്റാൻ, കണ്ണിനടിയിലുള്ള കറുത്ത പാടുകൾ മാറ്റാൻ, അണ്ടർ ഐസറും, അങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ് അതിനകത്തുണ്ട്. എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റ്. കൃഷിയുടെ ചിലവ്, ഇപ്പോൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ, കൃഷിയുടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുക, അതനുസരിച്ചുള്ള ഈൽഡ് അവർക്ക് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടാവും. ഇവിടെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി പ്രൊഡക്റ്റാണ്.
ഇപ്പോൾ കൃഷിക്കാർ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും തെങ്ങോ കവുങ്ങോ വാഴയോ ഒക്കെ ഉണ്ടാവുമായിരിക്കും, ചെടികളൊക്കെ നടത്തുന്ന ആൾക്കാർ, പച്ചക്കറി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ അഗ്രി ഹ്യൂമിക്കും അഗ്രി ഏറ്റും ഒക്കെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഫലം എന്താണോ അതിൻ്റെ ഡബിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ആഗ്രഹം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. ഇന്നിപ്പോൾ കിണറ്റിലെ വെള്ളം അതിനകത്ത് എന്തെങ്കിലും വീണിട്ടുണ്ടോ പോലും നോക്കാൻ പോലും സമയമില്ലാത്ത ബിസി ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അതുകൊണ്ട് എന്താ ചെയ്യുക, തിളപ്പിച്ച് കുടിക്കും. അതിനകത്തുള്ള എല്ലാ മിനറൽസും നഷ്ടപ്പെടുവാണ്. നമുക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഷാർപ്പ് കമ്പനി നമുക്ക് വെസ്റ്റീജിന് വേണ്ടി ചെയ്യുന്ന 2 തരം വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ട് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊണ്ട് നടക്കാൻ നമ്മൾ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് പുറത്തുള്ള വെള്ളം കുടിക്കുമ്പോൾ പല പ്രോബ്ലംസ് വരാറുണ്ടല്ലേ. അമ്പലങ്ങളിൽ മല വിദേശത്തൊക്കെ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് നടക്കാൻ പറ്റും. 1.5 ലിറ്റർ വെള്ളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പ്യുവറായിട്ടുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ 450-ൽ പരം പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കംപ്ലീറ്റ് പറഞ്ഞ സമയം തികയില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്താണ് ഇതെന്ന് പറയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ഇത്രയും വർഷം നമ്മൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചത് ഈ ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. നമുക്കൊരിക്കലും ഒരു കമ്പനിയിൽ പോയിട്ട് നേരിട്ട് സാധനം വാങ്ങിക്കാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ C&F വഴി സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലർ നമ്മുടെ വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കും. അത് ടി വിയിലൂടെ ഇങ്ങനെ മാറി മാറി ഇന്നിപ്പം പണ്ടൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ് മാത്രമേ പരസ്യം പറഞ്ഞു. ഇന്ന് എല്ലാ കോമഡിക്കാരും ക്രിക്കറ്റ് കളിക്കാരും എല്ലാവരും പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, കോടികൾ വാങ്ങിച്ചിട്ട്. അറിഞ്ഞോ അറിയാതെയോ ഇവർക്കെല്ലാം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കണു. 40% കമ്പനിക്കും ബാക്കി 60% ഒരു പ്രൊഡക്റ്റ് പോലും ഇന്ന് വരെ ഉപയോഗിക്കാത്ത സെലിബ്രിറ്റീസ് വാങ്ങിക്കൊണ്ട് പോയിക്കുക. നമുക്ക് എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്? 1 രൂപയുടെ വരുമാനം കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അധ്വാനിക്കുന്ന പൈസ ഇവരിലേക്ക് പോവാണ്, നമ്മൾ ചിലവാക്കുന്ന പൈസ ഇവരിലേക്ക് പോവാണ്. സാധനം വാങ്ങിക്കാനും ഉപയോഗിക്കാനും മാത്രമേ നമുക്കവിടെ അവസരമുള്ളൂ. വെസ്റ്റീജ് കമ്പനി നമുക്കൊരു സുവർണ്ണ അവസരം തരാണ്. അത്രയും ആൾക്കാർ കംപ്ലീറ്റ് മാറ്റി നിർത്തിക്കൊണ്ട് വെസ്റ്റീജിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും 40% കമ്പനിക്കും ബാക്കിയുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് 60% ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമറിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനൊരു അവസരം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ചിലവാക്കുന്ന പൈസ നമുക്ക് കിട്ടുന്ന വരുമാനം കുറവാണ്, ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ വില കൂടുമ്പോൾ സാധനത്തിന് വില കൂടും. പക്ഷേ അതനുസരിച്ച് നമ്മുടെ വരുമാനം കൂടാറുണ്ടോ? പെട്രോളിന് വില കൂടി നിന്നിട്ട് ആരെങ്കിലും ശമ്പളം കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഇവിടെ നമ്മൾ ചിലവാക്കുന്ന തുകയിൽ നിന്നും നമ്മളിലേക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം ഇവിടെ ലഭിക്കുകയാണ്. അതാണ് വെസ്റ്റീജ് കമ്പനിയുടെ പ്രത്യേകത. നിങ്ങൾ അതിന് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ വെസ്റ്റീജ് നമ്മളോടൊപ്പം ഉണ്ട്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരാൾക്ക് ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ 3 ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതിൽ നമ്മൾ സാധനം വാങ്ങിക്ക് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുകൂടാതെ 9 തരം വരുമാനം കൂടി നമുക്ക് ഇതിനകത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടിലാണ് MRP നമുക്ക് ലഭിക്കുന്നത്. പെർഫോമൻസ് ബോണസ് 5 to 16%. ഡയറക്ടർ ബോണസ് ആയിട്ട് 15% നമുക്ക് ലഭിക്കുകയാണ്. ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3%, ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് ഒരു 18%, ട്രാവൽ ഫണ്ട് ഒരു 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. ആ 2% എന്ന് പറയുമ്പോൾ മേടിക്കണം കേട്ടോ. ടോട്ടൽ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2% വാങ്ങിക്കാനൊരു അവസരമാണ്. ഇങ്ങനെ 9 ടൈപ്പ് വരുമാനം നമ്മളിലേക്ക് എത്തുകയാണ്. വെറും കസ്റ്റമർ ആയിട്ടുള്ള നിങ്ങൾ ഇതിൻ്റെ സാധനം മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും നമ്മൾ ചിലവാക്കുന്ന തുകയുടെ പകുതിയോളം നമ്മളിലേക്ക് വരുവാണ്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നോർമൽ വില സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലെ സാധനം വാങ്ങിക്കുന്നെങ്കിൽ ഈ ഒരു ഓഫർ അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് കിട്ടി. ഓരോ പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പം 10% പ്രൊഡക്റ്റ് ഫ്രീ. എല്ലാ മാസം 10-ാം തീയതി ആകുമ്പം 5 മുതൽ 16% വരെ നമ്മൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നൊരു കമ്പനി. ഇത്രയും വർഷം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പരിചയക്കാരൻ്റെ കടയിൽ നിന്നോ അല്ലെങ്കിൽ ടൗണിൽ പോയിട്ട് സാധനം വാങ്ങിച്ചപ്പോൾ ആരെങ്കിലും ഒരു സോപ്പെങ്കിലും ഫ്രീ തന്നിട്ടുണ്ടോ? ഇവിടെ വെസ്റ്റീജ് കമ്പനി ഫ്രീ പ്രൊഡക്റ്റ് തരുന്നു, ക്യാഷ് ബാക്ക് തരുന്നു, അതും റീഫണ്ട് പോളിസിയോടെ. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടാവുക. അവിടെ കമ്പനി ഗ്യാരണ്ടി തരികയാണ്, എന്തെങ്കിലും കാരണവശാൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തന്നേക്ക് പൈസ തരാമെന്നുള്ളത്. ആ ഗ്യാരണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകത കൺസിസ്റ്റൻസി ഓഫർ. നമ്മൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു സ്ഥിരം വാങ്ങിക്കുന്ന സാധനം വെസ്റ്റീജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ 4 മാസം നമ്മൾ വീട്ടിലേക്കുള്ള സാധനം വെസ്റ്റീജിൽ നിന്ന് വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം 3000 രൂപ MRP വരുന്ന സാധനം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ് 5-ാമത്തെ മാസം. അത് 100 പോയിന്റ് ചെയ്താൽ
3000 രൂപ MRP ആണെങ്കിൽ 200 ചെയ്താൽ 6000 MRP വരും. 300 പോയിന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ 9000 രൂപ MRP വരുന്നതും 400 പോയിന്റ് ചെയ്താൽ 12000 രൂപ MRPയുടെ സാധനം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു അവസരം ഇവിടെ നമുക്കുണ്ട്. അതോടൊപ്പം ലക്കി ഡ്രോ കൂടെ അവൈലബിൾ ആണ്. ഈ ഒരു ഓഫർ അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി ഒരു 4 മാസം സാധനം വാങ്ങിച്ചതൊന്ന് എഴുതി വെച്ച് നോക്കൂ എത്ര ചിലവായി എന്നുള്ളതും. നിങ്ങൾക്ക് ഫ്രീ കിട്ടിയ പ്രോഡക്റ്റും അതിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ പകുതി പൈസ മാത്രമേ ചിലവാവുള്ളൂ. ഓൾറെഡി നോർമൽ വില, ഈ പൈസ തിരിച്ചു വന്നതൊക്കെ കാൽക്കുലേഷൻ ചെയ്താൽ അത്രക്കും തുച്ഛമായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ഒറ്റക്കല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ബിസിനസ് ചെയ്യുമ്പം അതിൻ്റെ പിറകെ നമ്മൾ ഓടേണ്ടി വരും. കിടന്ന ഉറക്കം വരില്ല, ടെൻഷൻ അടിക്കണം, ചെക്ക് കൊടുക്കണം, വാടക കൊടുക്കണം, ശമ്പളം കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് റിസ്ക്കും ടെൻഷനുണ്ട്. ഇവിടെ ഒരു ടെൻഷനോ റിസ്ക് ഇല്ല. നിങ്ങളെ സ്പോൺസർ ചെയ്ത വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടോ എപ്പോഴും. അതോടൊപ്പം വെസ്റ്റീജ് കമ്പനി, വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, ഇത് മൂന്നിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 16% പെർഫോമൻസ് ബോണസ്. അത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 30 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റായി മാറി. ഈ പോയിന്റ് ഏകദേശം ഒരു 600 പോയിന്റ് ആവുന്ന സമയത്ത് നമുക്ക് 5% എന്നുള്ളത് 8%ലേക്ക് പോകാൻ സാധിക്കും. ഈ 600 പോയിന്റ് ആവണമെന്നില്ല, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 300 പോയിന്റ് ഒരു സിംഗിൾ മാസം ചെയ്താൽ തന്നെ 8% എത്താൻ പറ്റും. അതോടെ 2400 പോയിന്റ് ആവുന്ന സമയത്ത് 12%ലും 5500 പോയിന്റ് ആവുന്ന സമയത്ത് 16% ബോണസ് ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നു. അതും നമുക്ക് ഫാസ്റ്റായി ചെയ്യാൻ പറ്റും. ഒരൊറ്റ മാസത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 4500 മതി, 1000 ഡിസ്കൗണ്ടാണ്. ഫസ്റ്റിലത്തെ മാസം തന്നെ നമ്മൾ ജോയിൻ ചെയ്ത മാസം തന്നെ നമുക്കൊരു 16% എത്താൻ സാധിക്കുന്ന ഒരു 15000 രൂപയല്ല ആ മാസം തന്നെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടി അവിടെയുണ്ട്. ഇതൊറ്റക്കല്ല, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു, എൻ്റെ ആവശ്യമുള്ള വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ ഞാൻ അവിടെ ഹാപ്പി ആയിരുന്നു, പ്രൊഡക്റ്റിൽ ഹാപ്പി ആയിരുന്നു. അതിൽ കിട്ടിയ ഒരു ചെറിയൊരു വരുമാനം 147 രൂപയുടെ വരുമാനം എനിക്ക് കിട്ടിയായിരുന്നു, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു. ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ ഒരു 6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ്സിൽ കണക്റ്റായി വന്നു. 6 വ്യക്തികൾ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തു. അവരും അവരുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ എൻ്റെ ടേൺ ഓവർ ഏകദേശം 5500 പോയിന്റ് ആയ സമയത്ത് ഞാൻ ബ്രോൺസ് സെലക്ടറായി മാറി. പിന്നെ ഈ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്കും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ ഇത്രയും മനോഹരമായ അവസരം, കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നൊരു അവസരം വേറെ എവിടെയും ഉണ്ടോ? നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഒരു വ്യക്തിയെ ബ്രോൺസ് സെലക്ടറാക്കി മാറുന്ന സമയത്ത് സിൽവർ ഡയറക്ടറായി മാറുകയാണ്. നമ്മളുടെ കൂടെ വന്ന വ്യക്തിയെ ബ്രോൺസ് ആക്കുന്ന സമയത്ത് സിൽവർ ഡയറക്ടറും ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു ഓഫറും കൂടെ കമ്പനി നമുക്ക് അവിടെ തരികയാണ്. 2 വ്യക്തികൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്താൽ ഗോൾഡ് ഡയറക്ടറും, അതോടൊപ്പം 3 ഫാമിലിയെ സഹായിക്കാൻ സാധിച്ചാൽ, അവർക്കൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ സ്റ്റാർ ഡയറക്ടറായി മാറും. അവിടെ കമ്പനി വീണ്ടും ഒരു അട്രാക്ഷൻ ആയിട്ട് വരുമാനം. കാർ ഫണ്ട് അച്ചീവിങ്, നമുക്കൊരു 5% എല്ലാ മാസവും EMI ആയിട്ട് കമ്പനി കാർ ഫണ്ട് തരും. നിലക്കാത്തൊരു ഇൻകം ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? അടുത്തത് 4 ഓർഗനൈസേഷനെ 4 ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടറായി മാറാം. ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നമുക്ക് പോകാൻ അവസരം അവിടെ ലഭിക്കുകയാണ്. അടുത്തത് 6 ഓർഗനൈസേഷനെ 6 ഫാമിലിയെ സപ്പോർട്ട് ചെയ്താൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കും. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ക്രൗൺ ഡയറക്ടറാണ്. ആ സമയത്ത് ഹൗസ് ഫണ്ടും കൂടെ ലൈഫ് ലോങ് ആയിട്ട് വീട് വെക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ലഭിക്കുകയാണ്. 6 കൂടുതൽ 8 പേരുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മാറാം. അതുപോലെ 12 പേരുണ്ടെങ്കിൽ ഡബിൾ ക്രൗൺ ഡയറക്ടറായി മാറാം. 16 വ്യക്തികളെ ഇതിലേക്ക് ഒരു സക്സസിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയസ്റ്റ് പിന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് എലൈറ്റ് ക്ലബ്ബ് ബോണസും കൂടെ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം. ഇതൊക്കെ വലിയൊരു എമൗണ്ടാണ്. 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 75 ലക്ഷം, 1 കോടി 68 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആൾക്കാർ പോലും ഈ ബിസിനസ്സിൽ ഈ ഒരു പൊസിഷൻ നേടിക്കൊണ്ടിരിക്കുക. ഈ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ, ഓഡി കാറായിക്കോട്ടെ, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, പോർഷെ ആയിക്കോട്ടെ, ഏത് വേണം, റേഞ്ച് റോവർ വേണോ, ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. അതിൻ്റെ EMI പേ ചെയ്യാൻ കമ്പനിയോട് നമ്മളോടൊപ്പം ഉണ്ട്. ഇഷ്ടപ്പെട്ട ഭവനം എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ നമുക്ക് വീട് വെക്കാനുള്ള EMI കമ്പനി പേ ചെയ്യുന്നുണ്ടാവും. ഇന്ന് നമുക്കറിയാം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ STD ബൂത്തോ അല്ലെങ്കിൽ കാസറ്റ് കടയൊന്നും ഇപ്പോൾ കാണാണ്ടാവില്ല അല്ലേ. ഇന്ന് നമുക്കറിയാം ആമസോണും മീഷോ ഒക്കെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമസോണിലൂടെ സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും വെസ്റ്റീജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബിസിനസ് അവസരം നമ്മളിലേക്ക് വരുവാണ്. അതൊരു നെറ്റ്വർക്ക് വഴി ലോകം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് പോൾ സെൻ പിൽസർ എന്ന US എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ദ വെൽനസ് റെവല്യൂഷൻ എന്ന ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വെൽനസ്സാണ്. അദ്ദേഹം പണ്ട് IT പ്രവചിച്ച വ്യക്തിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ പറയാം ഇനി വരുന്ന കാലഘട്ടത്തിൻ്റെ ബിസിനസ് വെൽനസ് ആണ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു വെൽനസ് ഓറിയൻറ്റഡ് കമ്പനിയാണ്. FMCG പ്രൊഡക്റ്റ് മാനുഫാക്ചർ എന്ന കമ്പനിയാണ്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് ഉണ്ട്. ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന അഗ്രി പ്രൊഡക്റ്റ് ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉള്ള ഒരു വലിയൊരു കമ്പനിയുടെ കൂടെ നിങ്ങൾ വന്നിരിക്കുന്ന കറക്റ്റ് ടൈം
റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടീമിനോടൊപ്പം വന്നിരിക്കുന്നത് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഒരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇന്ന് ഈ ഒരു പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ കുറച്ചൊക്കെ ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഇന്ന് ഈ ഒരു അവസരം തന്ന വിനി ടീമിൻ്റെ എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. വിനോദ് സാറില്ലേ? ഓക്കെ, വിനോദ് സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നും. എനിവേ ഒരു ക്ലോസിംഗ് സെക്ഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി നമ്മളൊക്കെ ഗ്രേറ്റ് അപ്ലയനായ ബാലസുബ്രഹ്മണ്യ സാറാണ്. ഇന്ന് നമുക്കറിയാം കേരളത്തിലെ വെൽനസ് ഗുരു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടിയ ഈ അവസരം ഞാൻ ആക്ച്വലി ഏറെ ബഹുമാനത്തോടെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബാലസുബ്രഹ്മണ്യ സാർ ഇന്നിപ്പോൾ ഈ 85 പ്രായം പോലും നോക്കാതെ പ്രായം ഒരു നമ്പറായി കാണുന്ന കേരളം മുഴുവൻ പറന്ന് നടന്ന് ബിസിനസ് ചെയ്യുന്ന ബാലസുബ്രഹ്മണ്യ സാറിനെ വെൽനസ് ഗുരു എന്നറിയപ്പെടുന്ന ശ്രീലങ്കൻ യൂണിവേഴ്സിറ്റിയിലെ വെൽനസിൽ ഡോക്ടറേറ്റ് എടുത്ത ബാലു സാറിനെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ബാലസുബ്രഹ്മണ്യ സാർ. ഓക്കെ, കേൾക്കാലോ അല്ലേ ഷാജി? ഹലോ ഹലോ. കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ ആണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഏവർക്കും, ഒരു പുതിയ ആളും അതുപോലെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ വെസ്റ്റീജിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഷാജി മിത്തൽ. കൺഗ്രാറ്റുലേഷൻസ് സാർ, കൺഗ്രാറ്റുലേഷൻസ്, ഫാന്റാസ്റ്റിക്. ഏതായാലും ഈ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വെസ്റ്റീജിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ എൻ്റെ ഇതിനകത്ത് പുതിയ ആൾക്കാർക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ്. 30 വർഷം ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. 2002 എൻ്റെ സൂപ്പറാനുവേഷൻ പീരീഡ് 2002 അതിനുശേഷമാണ് ഈ ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയുടെ ആ ഡെപ്ത് മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചത് മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നടന്ന ഇതിന്റെ വെബ് പോർട്ടലിന്റെ ഇനോഗ്രേഷന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഏതാണ്ട് 20,000-ൽ കൂടുതൽ ഡയറക്ട് സെല്ലേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഡോക്ടർ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അവിടെ ഇത്രയും ആൾക്കാരെ തിങ്ങി നിറഞ്ഞതിൽ മന്ത്രിമാരും MLA-മാരും മേയർമാരും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സും ഒക്കെ നടത്തിയ ആ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഇത്രയധികം സ്കോപ്പ് ഡയറക്ട് സെല്ലിങ്ങിന് ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് കൂടി വന്നാൽ നേരത്തെ ഷാജി ഇവിടെ പറഞ്ഞ മാതിരി നമുക്ക് വിദേശ യാത്ര നടത്താം, നല്ല ഹാൻസം ഇൻകം ഉണ്ടാക്കാം, ഹൗസ് ഫണ്ട് കിട്ടും, കാർ ഫണ്ട് കിട്ടും, ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ സ്കോപ്പ് മിനിഞ്ഞാന്ന് കേട്ട ഈ ഇവരിൽ നിന്ന് കേട്ടപ്പോൾ കിട്ടിയ എന്താണ് ആഹ്ലാദം, അത് ശരിക്കും ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ, ഇന്ത്യൻ കമ്പനികളിൽ 20 വർഷം തികച്ച 3 കമ്പനിയുള്ളൂ. അതിലൊന്ന് ദ വെസ്റ്റേജ് മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ഏറ്റവും അഭിമാനിക്കാം. 20 വർഷം കംപ്ലീറ്റ് ചെയ്ത ഇന്ത്യയിലെ ഇന്ത്യൻ ഡയറക്ട് സെൽ കമ്പനികളിൽ ഒന്ന് വെസ്റ്റേജ് ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ വെസ്റ്റേജ് കമ്പനിക്ക് മറ്റു കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനി വെസ്റ്റേജ് മാത്രമാണ് ആ 3 കമ്പനിയിൽ. മൂന്നാമത്തെ കാര്യം,
400-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി വെസ്റ്റീജ് മാത്രമേ ഉള്ളൂ. നാലാമത്തെ കാര്യം, വെസ്റ്റീജിന് 9 വിദേശ രാജ്യങ്ങളിൽ ഇതേ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 20 വർഷം തികച്ച കമ്പനികളിൽ ടോപ്പിൽ നിൽക്കുന്നത് വെസ്റ്റീജ് ആണ്. ഗ്ലോബൽ ലിസ്റ്റിൽ ഇപ്പൊ 30ാമത്തെ സ്ഥാനത്ത് എത്തിയെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ഒരു കമ്പനിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്, റിയലി ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഇത്രയും വലിയൊരു കമ്പനിയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ. അത് മാത്രമല്ല, കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള വിഷൻ ആൻഡ് മിഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ഏതൊരു കമ്പനിയുടെയും മാനേജ്മെന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ട വിഷനും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളും സേഫ് ആവും. അത്തരത്തിലുള്ള ഒരു വിഷനുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ്. അതിന്റെ മാനേജ്മെന്റിലെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ 30-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്കൊക്കെ. നമ്മളെയൊക്കെ ഗൈഡ് ചെയ്യാനും നമ്മളെയൊക്കെ നിയന്ത്രിക്കാനും നമുക്ക് വേണ്ട നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്ര ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അവർ നമുക്ക് തരുന്നുണ്ട്. വെസ്റ്റീജിന്റെ CNT, സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി. ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്നൊരു സെഷൻ നടത്തുന്ന കമ്പനി. അത് വെസ്റ്റീജ് മാത്രമേ ഉള്ളൂ. കാരണം വെസ്റ്റീജിന്റെ ബഹുഭൂരിപക്ഷം പ്രോഡക്ട്സും വെൽനസ് പ്രോഡക്ട്സ് ആണ്. ഇവിടെ ഷാജി വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചത് ആ പ്രോഡക്ട്സിനെ കുറിച്ച്. ഹെൽത്തിലുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ CNT എന്നൊരു പ്രോഗ്രാം അവർ നടത്തുന്നുണ്ട്. വെസ്റ്റീജ് ഇന്നലത്തെ കൊണ്ടാണ്, അല്ല ഇന്നത്തെ കൊണ്ടാണെന്ന് തോന്നുന്നു, വെസ്റ്റീജ് ലീഡർഷിപ്പ് കോൺക്ലേവ് നടന്നത്, VLC അങ്കമാലിയിൽ വെച്ച് നടന്നത്. മില്യനയർ പ്രോഗ്രാം ഉണ്ട്, അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ നിരവധി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം അതൊക്കെ ഈ കമ്പനി തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ദേ ആർ റെഡി ടു ഗിവ് എഡ്യൂക്കേഷൻ. അത്ര എഡ്യൂക്കേഷൻ തരുന്ന, കാരണം ഏതൊരു കമ്പനിയും ആ കമ്പനിയുടെ മെറിറ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പല കമ്പനികളും പ്രോഡക്റ്റ് ചിലപ്പോൾ വല്ല കമ്പനികളുടെ ആയിരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 600 കോടി രൂപ മുതൽ മുടക്കി സ്വന്തം ഫാക്ടറിയിൽ R&Dയോടുകൂടി ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പരിശീലനം, നിരവധി ക്ലാസ്സുകളാണ് കമ്പനി തന്നെ ജീവിച്ചില്ലെന്ന് വെച്ചാൽ ജീവിച്ചു, യാതൊരു സംശയമില്ല. പക്ഷെ നേടിയോ എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല. ഞാനൊരു കാറ് പോലും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ആ കാലഘട്ടത്തിൽ. പക്ഷേ ഞാൻ വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിച്ചു വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കാർ ഫണ്ടിലൂടെ ഹൈബ്രിഡ് സിയാസ് കാർ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ക്രെഡിറ്റാണ്. അപ്പൊ ചിലവരാലോചിക്കും ഒരു കാർ മേടിക്കുന്ന വലിയ അത്ഭുതമാണ്. പക്ഷെ എനിക്ക് 30 വർഷമായിട്ട് ഗവൺമെന്റ് സർവീസിൽ ഇരുന്നിട്ട് അത്തരത്തിലൊരു സാധനം നേടാൻ പറ്റിയില്ലെങ്കിൽ അത് 3.5 വർഷം കൊണ്ട് വെസ്റ്റീജിൽ വർക്ക് ചെയ്തപ്പോഴേക്കും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ വെസ്റ്റീജിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഓർ കോമ്പൻസേഷൻ പ്ലാൻ എന്ന് ചോദിക്കും. സൂപ്പർബാണ് കോമ്പൻസേഷൻ പ്ലാൻ. ഈ കോമ്പൻസേഷൻ പ്ലാനിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും. അവർ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം വരുമാനം തരുന്ന അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാനാണ്. അത് ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹം. ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഇതാണ് ആ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഏറ്റവും വലിയ
ഒരു മെറിറ്റ് എന്ന് പറഞ്ഞതാണ്. ധൈര്യമായിട്ട് നമുക്ക് ആരെയൊക്കെ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എന്തുകൊണ്ട് പരിചയപ്പെടുത്താം? ആരാണോ ഇവിടെ വരുന്നത് അവരെ സംബന്ധിച്ചോളം അവർക്ക് ധനനഷ്ടം ഈ വ്യവസായത്തിലെ ഈ ബിസിനസ്സിലൂടെ വെസ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവില്ല. ഒന്ന്, ലോകോത്തര സ്റ്റാൻഡേർഡിലുള്ള ഉൽപ്പന്നങ്ങൾ താങ്ങാവുന്ന വിലയ്ക്ക് അഫോർഡബിൾ പ്രൈസിന് മേടിച്ചുപയോഗിക്കാനുള്ള അവസരമുണ്ട്. അതൊക്കെ തന്നെ ഇതിന്റെ മെറിറ്റ്. പിന്നെയോ വേണമെങ്കിൽ നമുക്കത് വളരെ വില കുറച്ച് മേടിക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ഇവിടെ ഉണ്ടെന്ന് മിസ്റ്റർ ഷാജി ഇവിടെ പറഞ്ഞില്ലേ, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൺസിസ്റ്റൻസിനെ കുറിച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുള്ള നമ്മൾ ഈ ലോകോത്തര സ്റ്റാൻഡേർഡിലുള്ള ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്താ ഉറപ്പ് പ്രോഡക്ട്സിന്? ഒന്നുമില്ല. ഇന്ന് ഇവിടെ കേരളത്തില് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പോഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ വെൽനസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം സൂപ്പർബാണ്. നിരവധി ടെസ്റ്റ് മണി ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് പറയാനുള്ള ഒരു അവസരമല്ല ഇത്, എനിക്കറിയാം. പക്ഷെ ഞാനിവിടെ പറയാൻ പറ്റിയ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സ്കോപ്പ്, വെസ്റ്റീജിന്റെ മെറിറ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കുള്ള സ്കോപ്പ് എനിക്ക് മനസ്സിലായത്, കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലായത് മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നടന്ന ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത പരിപാടിയാണ്. ഗവൺമെന്റാണ് നമ്മളെ വിളിച്ചത്, ഒരു കമ്പനിയും നമ്മളെ വിളിച്ചിട്ടില്ല. ഗവൺമെന്റ് ഓഫ് കേരള കൺസ്യൂമേഴ്സ് അഫയേഴ്സ് മിനിസ്ട്രി ഓർഗനൈസ് ചെയ്ത ആ പരിപാടിയിൽ നിരവധി കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സ്, അവരുടെ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ പ്രതിനിധികളായിട്ടാണ് വന്നവര്, കമ്പനികളുടെ പ്രതിനിധിയായിട്ടായിട്ടില്ല. നമ്മുടെ അജയ് സൂരി സാർ വന്നത് അദ്ദേഹത്തിന്റെ ഒരു അസോസിയേഷന്റെ ലേബലിലാണ് അദ്ദേഹം വന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ആണ് ആ വെബ് നമ്മുടെ പോർട്ടൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ഇതിന്റെ നിയമങ്ങൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള അനിൽകുമാർ, അഡ്വക്കേറ്റും കൂടിയാണ് അദ്ദേഹം. MLA സംസാരിച്ചു, ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് സംസാരിച്ചു, കമ്പനികളുടെ അസോസിയേഷന്റെ പ്രതിനിധികൾ സംസാരിച്ചു. ഇവരെല്ലാം തന്നെ അവിടെ അവതരിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ സുതാര്യമായിട്ട് ഡയറക്ട് സെല്ലേഴ്സിന് വർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ വൈകിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇത് നേരത്തെ വരേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും വന്നല്ലോ, നമ്മളെ സംബന്ധിച്ചുള്ള അഭിമാനിക്കാം. കേരളമാണ് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് ഈ ഒരു വെബ് പോർട്ടൽ ഉണ്ടാക്കാനും അതിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിലൂടെ യഥാർത്ഥ കമ്പനികളെ തിരിച്ചറിയാനും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കമ്പനികളെ തിരിച്ചറിഞ്ഞ് പുറത്താക്കാനും അത് ജനങ്ങളെ അറിയിക്കാനും ഉള്ള ഒരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കുള്ള തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഇത് മണി ചെയ്യാനല്ലേ, ആളെ ചേർക്കലല്ലേ? അല്ല എന്ന് മനസ്സിലായി. ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഭാവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസാരിച്ചവരിൽ ഓരോരുത്തരും പറഞ്ഞ ഓരോ കാര്യങ്ങൾ വെച്ചാലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു രാജ്യത്തിന്റെ GDP നടക്കുന്ന സംഭാവനയാണ്, വളരെ വലുതാണെന്ന് പറഞ്ഞു. നമ്മളെക്കാൾ ചെറിയ രാജ്യമാണ് സൗത്ത് കൊറിയ, നമ്മളെക്കാൾ ചെറിയ രാജ്യമാണ് മലേഷ്യ, നമ്മളെക്കാൾ ചെറിയ രാജ്യമാണ് ജപ്പാൻ, ചൈന നമ്മളെക്കാൾ വലിയ രാജ്യമാണ്. ഇവിടെയൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ, GDP-യിലുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. എന്ന് മാത്രമല്ല അവിടെയൊക്കെ പെർ ക്യാപിറ്റ GDP കൂടുതലാണ്, നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലാണ് അവരൊക്കെ. ചെറിയ രാജ്യങ്ങളാണെങ്കിൽ നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പൊ അഭിമാനിക്കുന്നുണ്ടാവും ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ GDP-യുടെ സ്ഥാനം 5ാമത്തെ സ്ഥാനമാണെന്ന് നമ്മളെ ബോസ്റ്റ് ചെയ്ത് പറയില്ല, ഭയങ്കരമായിട്ട് പറയണ്ടാവോ നമ്മൾ 5ാം സ്ഥാനത്തുണ്ടെന്ന്. പക്ഷെ ജനങ്ങളുടെ എവിടെ പൈസയുള്ളത്? പെർ ക്യാപിറ്റയിൽ നമ്മൾ 126ാമത്തെ സ്ഥാനമാണ്.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ GDP-ക്ക് വളരെ വലുതാണ് ഈ രാജ്യങ്ങളിൽ. അത് നമ്മുടെ ഗവൺമെന്റുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് അനുഗ്രഹം. അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായി, അതിനുവേണ്ടിയുള്ള വെബ് പോർട്ടൽസ് തയ്യാറായി. ഇപ്പൊ അതിനുവേണ്ടിയുള്ള മോണിറ്ററിംഗ് മെക്കാനിസം നമ്മൾക്ക് സർക്കാർ ഉണ്ടാക്കിയിരുന്നതാണ്. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടിയാണ്. ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത് അഭിമാനത്തോടു കൂടി ഭാവിയിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന കേരള സർക്കാരിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നമ്മൾ സമർപ്പിക്കണം. ഞങ്ങൾ അവിടെ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ 4 മണിക്ക് പ്രോഗ്രാം തുടങ്ങും, 5:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് ഇത് ഇനോഗ്രേറ്റ് ചെയ്യും. അതിനു മുമ്പ് കലാപരിപാടികൾ അത് ഇതൊക്കെ ഉണ്ട്, ഒരുപാട് പ്രാസംഗികരുണ്ട്. 2 മണിക്ക് ഊണ് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ നോക്കി. അങ്ങനെ സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അത്ഭുതം, അവിടെ നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കാൻ പോലും സീറ്റില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയില്ല, എവിടെ നിൽക്കോ 2 കസേരയൊക്കെ പിടിച്ച് തപ്പിപ്പിടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് അവിടുത്തെ SP ഒക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെയാണ് CM വരുന്നത്, CM വരുമ്പോൾ വളരെ സെക്യൂർഡ് ആയിരിക്കണം, നിങ്ങൾ കുറെ കൂടി പുറകെ കൂടി ഇരിക്കണം. പിന്നെ ആളുകൾ വന്ന മുഴുവൻ മൈതാനത്താണ്. അപ്പോഴേക്കും മൈതാനത്തേക്ക് വേണ്ട 100-600 കസേരകൾ സർക്കാർ അതിനൊക്കെ ഏർപ്പാട് ചെയ്ത്, എത്ര ക്വിക്കായിട്ടാണ് അവർ ഏർപ്പാട് ചെയ്യുന്നറിയാം. വലിയ സ്ക്രീനൊക്കെ 2 പുറത്തു വെച്ചു. അപ്പൊ ഇതിലൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ ടു ദ ഇക്കോണമി വിൽ ബി ഗ്രേറ്റ് ആണെന്ന് എല്ലാവരും പറയും. അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. എന്ന് മാത്രമല്ല, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ജനങ്ങൾക്ക് മണി ചെയിൻ എന്താണെന്ന് അറിയില്ല, ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയില്ല, ഇതെല്ലാം ഒന്നാണെന്ന് അവരുടെ ധാരണ. അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാരിന്റെ ഈ ഇതിലൂടെ നമുക്ക് സാധിക്കും. എന്താണ് മണി ചെയിൻ, എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, രണ്ടും രണ്ടാണ്. അപ്പൊ ഈ അജഗജാന്തരം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ഈ പോർട്ടലിലൂടെ നമുക്ക് നടക്കുന്നുണ്ട്. സർക്കാരിന് അവർക്കെതിരായിട്ട് നടപടിയെടുക്കും. ഇവിടെയൊക്കെ നമുക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഇതിനു വേണ്ടി കഴിഞ്ഞ 2011 മുതൽ ഇങ്ങനെ ഒരു നിയമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്രാന്ത പരിശ്രമം. അത് വിജയിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയാം. 2011 ഒരു കമ്പനിയുടെ എറണാകുളത്തുള്ള ഒരു വലിയ ഓഫീസ് അധികൃതർ ഒന്ന് പൂട്ടിച്ചു. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഇത് മണി ചെയിനാണ്. അവർ കോടതി പോയി. കോടതി പോയപ്പോൾ കോടതി ചോദിച്ചൊരു വാക്കുണ്ടായിരുന്നു, സർക്കാരിന്റെ ഏതെങ്കിലും സർക്കുലറിൽ, സർക്കാരിന്റെ ഏതെങ്കിലും ഗസറ്റിൽ, സർക്കാരിന്റെ ഏതെങ്കിലും പേപ്പറിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു വേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല, ഇന്ന് സർക്കാരാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഗസറ്റിൽ വന്നു, അതിനുശേഷം നിയമത്തിന്റെ ഗൈഡ് ലൈൻസ് വന്നു, അതിനുശേഷം നിരന്തരമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം വരുന്നതോടുകൂടി ഇതിൽ വർക്ക് ചെയ്യുന്നവരുടെ അന്തസ്, അഭിമാനം വാനോളം ഉയരാൻ പോകുന്ന ഒരു വലിയ ഭാവിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി വരാൻ പോകുന്ന ആളുകളൊക്കെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. അവരൊക്കെ തന്നെ ഇത് പഠിച്ചുകൊണ്ടാണ് ഇപ്പൊ MBA-ക്കും MCOM-കാർക്കൊക്കെ പാഠ്യവിഷയമായിട്ടുണ്ട് ഇപ്പം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അവർ പുറത്തു വരുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ഏതാ? നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാനാണ്. ഇന്ത്യയിൽ ഗ്ലോബൽ ലിസ്റ്റിലുള്ള ഏക കമ്പനി ദ വെസ്റ്റേജ് മാർക്കറ്റിംഗ് ആണ്. ഏക കമ്പനി. വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് അവിടെ അവർ പ്രഖ്യാപിച്ചു. അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കേരളത്തില് വ്യവസായങ്ങളൊന്നും വരില്ല, പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വാണിജ്യങ്ങൾ ഒരുപാടുണ്ടാവും. ഒരുപാട് വാണിജ്യ മേഖലകൾ തുറക്കും. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അവസരം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗിലാണ് ഈ കേരളത്തിലുള്ള അവസരം. മാർക്കറ്റിംഗാണ് അവസരം. അപ്പൊ ഇത്രയും വലിയൊരു അവസരം നമുക്ക് തുറന്നു തരുമ്പോൾ ഈ അവസരം ക്യാപിറ്റലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ അതിന് പറ്റിയൊരു നല്ലൊരു എന്താ പറഞ്ഞ ഒരു എത്തിക്കൽ കമ്പനിയാണ് ദ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിലൂടെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ
ഇത്തരത്തിലുള്ള ഒരു നിയമം കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതുമാത്രമല്ല നമ്മുടെ ട്രേഡ് യൂണിയൻസ് വളരെ വളരെ എഫക്റ്റീവായിട്ട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇതിനെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ ഇത്രയും ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ല, ഇത് അത്ഭുതമാണ്, ഇത്രയും ആൾക്കാർ ഇവിടെ വന്നല്ലോ എന്നുള്ളത്. അത് നേരിട്ട് കണ്ടവർക്ക് അത് ബോധ്യമുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എന്റെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്കും ഈ ഇൻഡസ്ട്രിയിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ സാധിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ്. ആ അവസരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതൊരു പാഷനേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നന്മ ചെയ്യാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ യാതൊരു സംശയമില്ല, വളരെ വളരെ ഉയർന്ന ഉന്നതങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാറ്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ അനന്ത സാധ്യതയെ കുറിച്ച് സാർ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് സാറിന് പ്രത്യേകം നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ നമുക്ക് വളരെ ലഘുവായ രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളോട് ഷെയർ ചെയ്ത ഷാജി മിതൽ സാറിന് പ്രത്യേകം അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇത്രയും നേരം പ്ലാൻ പ്രസന്റേഷൻ കേട്ടിരുന്ന എല്ലാ വെസ്റ്റീജിയൻസിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും നമുക്ക് ഈ ഒരു ഗ്ലോബൽ സിഇഒ നടത്തിയതും അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ സംസാരിക്കാനുള്ള ഒരു അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവരും നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അനന്ത സാധ്യതയെ കുറിച്ച് സാറ് ലഘുവായിട്ട് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ വരാനിരിക്കുന്ന ഫ്യൂച്ചർ നമ്മളുടേത് മാത്രമാണ്. എല്ലാവരും സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു മാസീവ് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.